സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വീഡിയോ അപ്ലോഡിംഗ് ടൈമിനെ പറ്റി. വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയം ഏതാണ്, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്ന സമയം ഏതാണ് എന്ന് നമ്മോട് യൂട്യൂബ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അനലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുക കാര്യം. നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനൽ ട്യൂൺ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എത്തുന്ന സമയം ഏതാണ് എന്ന് യൂട്യൂബ് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പോ ഒരു 15 മിനിറ്റ് മുമ്പോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണുന്ന, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് ആ വീഡിയോ എത്തും. അപ്പോൾ കൂടുതൽ ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക്, വീണ്ടും പല ആളുകളിലേക്കും നമ്മുടെ ചാനലിലെ ഈ വീഡിയോ സജസ്റ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സമയം. അപ്പോൾ ആ സമയം നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്, ബുദ്ധിപൂർവം അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ ഒരു ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്ഥിരമായി ഒരു സമയം പാലിക്കുക എന്നുള്ളതും ഒരു കൃത്യനിഷ്ഠതയുടെ ഭാഗമാണ്. അപ്പോൾ ഒരു ന്യൂസ് അവർ അല്ലെങ്കിൽ ന്യൂസ് അറ്റ് 9, ന്യൂസ് അറ്റ് 8 എന്നൊക്കെ പറയുന്ന പോലെ അത് കൃത്യമായ സമയങ്ങളിലാണ് ചാനലുകൾ, അതായത് ടെലിവിഷൻ ചാനലുകളൊക്കെ ഓരോ ന്യൂസും പബ്ലിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ന്യൂസ്, അപ്പോൾ 8 മണിക്ക് കാണിക്കേണ്ട ന്യൂസ് 9 മണിക്ക് കാണിക്കില്ല, 9 മണിക്ക് കാണിക്കേണ്ട ന്യൂസ് 8 മണിക്കും കാണിക്കില്ല. അപ്പോൾ സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളത് ചാനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം വളരെ കൃത്യമായിരിക്കണം. അത്തരത്തിൽ സമയനിഷ്ഠ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഇയാളുടെ വീഡിയോ ഇത്ര മണിക്ക് അപ്ലോഡ് ചെയ്യപ്പെടും എന്ന് ഉള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് 8 മിനിറ്റിൽ കൂടുതൽ ഉള്ള വീഡിയോ ചെയ്യുക എന്നുള്ളത്. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ചെയ്ത് നിങ്ങൾ അതൊരു സ്ഥിരം ശീലമാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചാനലിനും ഭാവിയിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയാൽ അത് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റിലൂടെയാണല്ലോ ഈ വരുമാനം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൂടുതൽ കാണിക്കാൻ യൂട്യൂബിന് കഴിയുകയും അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മോണിറ്റൈസേഷൻ ആകാൻ ഉദ്ദേശിക്കുന്ന, പൈസ സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ വീഡിയോ 8 മിനിറ്റിൽ കൂടുതൽ ചെയ്ത് അത് ഒരു ശീലമാക്കുക. അത്തരം ശീലം നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാവുന്നത്. അപ്പം അതുപോലെ തന്നെ ആരും നിരാശപ്പെടാതെയാണ് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. നിരാശ ഒരു വിജയത്തിന് ഒരു തടസ്സമാണ്. നിരാശപ്പെട്ടു കഴിഞ്ഞാൽ വിജയം ഉണ്ടാവില്ല. വിജയിക്കണമെങ്കിൽ നിരാശ ഒഴിവാക്കണം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.